Okay, listen here. Sixth one. Maths in the head sixth one ആണ്. എഴുതിയവരെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കിട്ടാത്തവര് നന്നായിട്ട് ഒന്ന് നോക്കുക എന്താണത് എന്ന്. The gravitational pull of the moon is 6 times less than that of the air. So your weight on the moon will be 1/6 of your weight on the air. If you weigh 30 kg on air, what will be your weight on the moon? എന്താണ്? The gravitational pull of the moon is 6 times less than of the air. നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിലെ, അതായത് നമ്മുടെ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലേക്കാൾ എത്ര കുറവാണ്? 6 മടങ്ങ് കുറവാണ് എവിടെ ഉണ്ടാവുക? മൂണില്. അതായത് വാട്ട് ഇസ് ദ ഗ്രാവിറ്റേഷണൽ പുൾ? നമ്മള് ഭൂമിയിൽ നിൽക്കുന്നതിന്റെ അല്ലെ ഗുരുത്വാകർഷണ ബലത്തിനെയാണ് ഗ്രാവിറ്റേഷണൽ പുള്ള് എന്ന് പറയാ. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളിനേക്കാൾ 6 times less than on the moon അല്ലേ? ചന്ദ്രനിലുള്ള ഗ്രാവിറ്റേഷണൽ പുൾ എന്താണ്? 6 മടങ്ങ് കുറവാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ എത്ര വെയിറ്റ് ഉണ്ടോ അതിന്റെ 1/6 ആയിരിക്കും എവിടെയുള്ള വെയിറ്റ്? മൂണിലുള്ള വെയിറ്റ്. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ആക്ച്വൽ വെയിറ്റിന്റെ അതിനെ 6 പാർട്സ് ആക്കിയാൽ അതിൽ ഒരു ഭാഗമായിരിക്കും നമ്മുടെ മൂണിലുള്ള എർത്ത്, മൂണിലുള്ള വെയിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂണില് നമുക്ക് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നമ്മളിങ്ങനെ പാറി നടക്കുകയാണ് ചെയ്യുക അല്ലെ ചന്ദ്രനില്. അതായത് അവിടെ ഗുരുത്വാകർഷണ ബലം വളരെ കുറവാണ്. അപ്പോ നമ്മുടെ ഭൂമിയിലെ വെയിറ്റ് 30 kg ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മൂണിലെ വെയിറ്റ് എത്രയായിരിക്കും? അതായത് എർത്തിലുള്ള വെയിറ്റിന്റെ 1/6 ആണ് മൂണിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 30നെ 6 പാർട്സ് ആക്കിയാല് അതില് ഒരു ഭാഗമായിരിക്കും എന്ത്? മൂണിലുള്ള വെയിറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? 30നെ 6 ഭാഗങ്ങളാക്കിയാൽ എത്ര കിട്ടും? ഒരു ഭാഗം എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്രയായിരിക്കും റിലു? 30നെ 6 പാർട്സ് ആക്കിയാല് അതിൽ എത്ര ഉണ്ടാവും? അതിൽ 1 എത്രയായിരിക്കും? 6ൽ 1 എന്ന് പറയുമ്പോ എത്രയായിരിക്കും റിലു? 186. No, it is very easy. 5 ആണ് ആൻസർ. 5 into 6 എത്രയാണ്? 30. അപ്പൊ 30നെ 6 ഭാഗങ്ങളാക്കിയാൽ എന്താണ്? ഒരു ഭാഗം എന്താണ്? 5 ആണല്ലേ? ഈക്വൽ പാർട്സ് ആണ് കിട്ടുക. 6 5 എത്രയാണ്? 6 into 5 is equal to 30. അപ്പൊ 30നെ 6 ഭാഗങ്ങളാക്കിയാൽ 1 എത്രയായിരിക്കും? 5 ആയിരിക്കും. ക്ലിയർ? എന്താണ് മോനെ സിദ്ധാന്ത്? മാത്സ് ഇൻ ദ ഹെഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ തന്നെയാണ് കേട്ടോ സിദ്ധാന്ത്. മാത്സ് ഇൻ ദ ഹെഡ്. കുറെ പേർക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. റിലു ക്ലിയർ? യെസ്. ലിസൺ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ഗസ് ദ വേർഡ് എല്ലാവരോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെ? കുറെ പേരൊക്കെ സെൻഡ് ചെയ്ത് തന്നു, കുറെ പേരൊന്നും തന്നില്ല. അപ്പൊ എന്താണ്? ഗസ് ദ വേർഡ് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അത് നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് എങ്ങോട്ട് പോവാം? സെക്കൻഡ് സെമ്മിലേക്ക് പോവാം. റൈറ്റ് വൺ വേർഡ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ചൂസ് ഫ്രം ദ ബോക്സ്. എന്താണ്? ഈ ഗ്രൂപ്പിനൊക്കെ പറയുന്ന ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു പേര് എന്താണ് എയ്മി? മാത്സ് ഇൻ ദ ഹെഡിലത്തെ പാഠത്തിലെ 5 ആണെന്നും പറഞ്ഞു തരാമോ? എയ്മി, നമ്മളിപ്പോ ഗസ് ദ വേർഡ്, റൈറ്റ് വൺ വേർഡ് ഫോർ ഈച്ച് ഗ്രൂപ്പ്, ചൂസ് ഫ്രം ദ ബോക്സ്. അത് ഏതാണ് മോളെ? 5th ഉം 6th ഉം വെരി ഈസി ആണ്. 6th നമ്മളിപ്പോ പറഞ്ഞു, അതായത് ലിസൺ. ദ ന്യൂ ഡൽഹി 5th വൺ നോക്കുക എയ്മി. The New Delhi Howrah Rajdhani Express starts from the New Delhi at 5 hours. അതായത് 17 hours. That is എന്താണ്? 5 മണിയാണ് അല്ലേ? Then it reach Howrah at 10 hours of the next day. How much time does the train take to cover the distance? അതായത് ഹൗറ രാജധാനി എക്സ്പ്രസ് 5 മണിക്ക് അല്ലേ? റെയിൽവേ ടൈം ആണ് അത്. 17 hours. 5 മണിക്ക് അത് ഇവിടുന്ന് പുറപ്പെടുകയാണ്. Then next day 10 hours, അതായത് നെക്സ്റ്റ് ഡേ 10 മണിക്കാണ് അത് അവിടെ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം ആണ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എടുത്തത് എന്നാണ്. അതായത് 5 മണിക്ക് പുറപ്പെട്ടത്, പിറ്റേ ദിവസം 10 മണിക്ക് എത്തി. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്
അതായത് 17 hours to 10 hours of next day എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ക്ലിയർ? then the gravitational pull of the clear ഇനിയും ക്ലിയർ ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം മോളെ? എയ്മി വീഡിയോ ഒന്ന് കാണണേ, യൂട്യൂബ് വീഡിയോ. the gravitational pull of the moon is 6 times less than that of the earth. so your weight on the moon will be 1/6 of your weight on the earth. if you weigh 30 kg on earth, what will be your weight on the moon? എന്താണ് നമ്മുടെ ഭൂമിയിലുള്ള ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ പുള്ള്. Listen. Write one word for each group. Choose from the box. Currency, beverages, cereals, furniture, colors, culture, insects, dances, planets, stationery, linen, birds, tools. ഇതൊക്കെ എന്താണ്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇതിനൊക്കെ ജനറലൈസ് ചെയ്ത് പറയുന്ന വൺ വേർഡ് ആണല്ലേ? അതായത് കുറെ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ പൊതുവിൽ എന്ത് പേര് പറയും എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് വൺ ടീ, കോഫി, കോൾഡ് കോഫി, ജ്യൂസ്. അതായത് നമ്മുടെ ചായ, കാപ്പി, ജ്യൂസ് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മൾ പൊതുവായിട്ട് എന്ത് പേരിലാണ് പറയുക? അതായത് അതിനെ ബിവറേജസ് എന്നാണ് പറയാ. ബെവറേജസ്. ഓക്കെ. ടീ, കോഫി, കോൾഡ് കോഫി, ടീ, കോഫി, ജ്യൂസ് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഐറ്റംസിനൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്ത് എന്ത് പറയും? ബിവറേജസ് എന്ന് പറയും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നാപ്കിൻ, ബെഡ്ഷീറ്റ്, ടവൽ, പില്ലോ കവർ. ഇതൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പ് ആണല്ലേ? ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവുന്ന സാധനങ്ങളാണ്. നാപ്കിൻ, ബെഡ്ഷീറ്റ്, ടവൽ, പില്ലോ കവർ ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതിനെ എന്ത് പേര് പറയും? എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ലിനൻ എന്നാണ് പറയാ. ഇതിനെ ജനറലൈസ് ചെയ്ത് എന്ത് പറയും? ലിനൻ ഐറ്റംസ് എന്ന് നമ്മൾ പറയും. ഓക്കെ. നാപ്കിൻ, ബെഡ്ഷീറ്റ്, ടവൽ, പില്ലോ കവർ എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എഴുതിയത് കറക്റ്റ് ആണോ? യെസ് ഓർ നോ? യെസ്. then third one parakeet, falcon, owl, duck. എന്താണ് അതൊക്കെ? പാരക്കീറ്റ്, ഫാൽക്കൺ, ഓൾ, ഡക്ക് അതൊക്കെ എന്താണ്? ബേർഡ്സ് ആണ് അല്ലേ? നമുക്കറിയാം അതൊക്കെ ബേർഡ്സ് ആണ്. ജനറലൈസ് ചെയ്ത് അവരൊക്കെ പക്ഷികളാണ് അല്ലേ? ബേർഡ്സ് ആണ്. then fourth one spoon, fork, knife, grater. എന്താണത്? സ്പൂൺ, ഫോർക്ക്, നൈഫ്, ഗ്രേറ്റർ അതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് കൾച്ചറി ഐറ്റംസ്. ഓക്കെ. കൾച്ചറി ആണ് അതൊക്കെ അല്ലേ? അതൊക്കെ ഒരു വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. then നമ്മൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ തന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. then റൈസ്, വീറ്റ്, ബാർലി, മെയ്സ് ഇതൊക്കെ എന്താണ്? അരി, ഗോതമ്പ്, ബാർലി ഇതൊക്കെ എന്താണ്? ആ ഗ്രൂപ്പിൽ ഏതാണത്? cereals അല്ലേ? ധാന്യങ്ങളാണ് അല്ലേ? അതൊക്കെ cereals ആണ്. then sixth rupee, dollar, euro, pound. These are currencies. കറൻസി ആണല്ലേ ഇതൊക്കെ? റുപ്പി, ഡോളർ, യൂറോ, പൗണ്ട് ഇതൊക്കെ എന്താണ്? കറൻസികളാണ് അല്ലേ? കറൻസി. then fly, bee, wasp, grasshopper. These are insects. ഇതൊക്കെ എന്താണ്? ചെറു പ്രാണികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലേ? അപ്പൊ അവയെ ഇൻസെക്ട്സ് എന്നാണ് പറയാ. എന്താണ് ഷൗമ? എന്താണ്? മിസ് പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. ഒന്നും ക്ലിയർ ഇല്ല മിസ്സേ. എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? നോ. ഷൗമ അത് മോളുടെ മാത്രം റേഞ്ചിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. വേറെ ആർക്കും ഇല്ല പ്രോബ്ലം. ഇത് മോളുടെ അവിടുത്തെ റേഞ്ച് ഓർ കണക്ഷന്റെ എന്തോ പ്രോബ്ലം ആണ്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ് കേട്ടോ. then fly, bee, wasp, grasshopper. that is insects. അവ എന്താണ്? ഇൻസെക്റ്റുകളാണ് അല്ലേ? then guys പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുകയാണല്ലേ? എഴുതിയോ? then table, chair, sofa, desk. ഇതൊക്കെ എന്താണ്? ടേബിൾ, ചെയർ, സോഫ ആൻഡ് ഡെസ്ക് ഇതൊക്കെ എന്താണ്? ജൂലിയറ്റ്. എന്താണ് ജൂലിയറ്റ്? എവിടെയാണ്? where are you? okay. എന്താണ് മോളെ? ഞാൻ ആൻസർ പറയാനാ.
ഓക്കെ ലിസൺ നമുക്ക് പെട്ടെന്ന് അതൊന്ന് പറഞ്ഞു പോവാം കേട്ടോ മോളെ. ദെൻ ടേബിൾ, ചെയർ, സോഫ, ഡെസ്ക് എന്താണത്? ഫർണിച്ചർ. കറക്റ്റ് അല്ലേ ജൂലിയറ്റ്? ഫർണിച്ചർ അല്ലേ എഴുതിയത്? യാ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ. നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചു പോകുമ്പോ എന്താണ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെട്ടെന്ന് പറഞ്ഞതുമാണ് അല്ലേ അത്. ദെൻ പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, പെൻ ഇതൊക്കെ എന്താണ്? സ്റ്റേഷനറി ഐറ്റം അല്ലേ? ഇതിനൊക്കെ സ്റ്റേഷനറി ഐറ്റം ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? പെൻസിലും നമ്മുടെ ഇറേസറും ഷാർപ്നറും പെന്നും ഒക്കെ സ്റ്റേഷനറി ഐറ്റം ആണ്. ആദ്യം ചെയ്തിട്ടില്ലേ? ആദ്യം എഴുതിയിരുന്നോ? യെസ്. ഓക്കെ. Then 10th one, Jupiter, Mars, Saturn and Mercury. These are planets. Planets ആണ് അല്ലേ? Jupiter, Mars, Saturn, Mercury ഇതൊക്കെ എന്താണ്? Planets ആണ്, ഗ്രഹങ്ങളാണ് അല്ലേ? Then spanner, hammer, pillars, spade എന്താണിത്? നമ്മുടെ ടൂൾസ് ആണ് അല്ലേ? ഇതിനൊക്കെ നമ്മൾ ടൂൾസ് എന്നാണ് പറയാറ് അല്ലേ? നമ്മുടെ സ്പാനറും പില്ലേഴ്സും എന്താണ്? പർപ്പിൾ, മറൂൺ, മസ്റ്റാർഡ്, ടർക്വൈസ് എന്താണത്? കളേഴ്സ് ആണ് അല്ലേ? നിറങ്ങളാണ്. ദെൻ ഒഡീസി, ഭരതനാട്യം, മണിപ്പൂരി ആൻഡ് കഥകളി ദീസ് ആർ ഡാൻസ് ഐറ്റം അല്ലേ? ഡാൻസ് ഐറ്റംസ് ആണ് ഇതൊക്കെ. ക്ലിയർ? പെട്ടെന്ന് ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. ചെയ്യാത്തവർ എന്ത് ചെയ്യാ? ഒന്ന് നോക്കുക. ടീ, കോഫി, കോൾഡ് കോഫി, ജ്യൂസ് എന്താണ്? ബീവറേജസ്. നാപ്കിൻ, ബെഡ്ഷീറ്റ്, ടവൽ, പില്ലോ കവർ, ലിനൻ. പാരക്കീറ്റ്, ഫാൽക്കൺ, ഓൾ ഡക്ക് ദീസ് ആർ ബേർഡ്സ് അല്ലേ? നമുക്കറിയാം. സ്പൂൺ, ഫോർക്ക്, നൈഫ്, ഗ്രേറ്റർ, കൾച്ചറി. റൈസ്, വീറ്റ്, ബാർലി, മെയ്സ്, സെറൽസ്. റുപ്പി, ഡോളർ, യൂറോ, പൗണ്ട്, കറൻസി. Fly, bee, wasp, grasshopper, insects. Table, chair, sofa, desk, furniture items. And pencil, erasers, sharpener, pen, stationery. Jupiter, Mars, Saturn, Mercury, planets. And spanner, hammer, pliers, spade, tools. Purple, maroon, mustard, turquoise, colors. Odissi, Bharatanatyam, Manipuri, Kathakali are dances. Okay. അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്താണ് ഇവയെ ജനറലൈസ് ചെയ്ത് പറയുന്ന പേര് എന്നാണ്. ക്ലിയർ? എല്ലാവരും ചെയ്തിട്ടില്ലേ? യെസ് ഓർ നോ? യെസ്. എഴുതാത്തവര് മുഴുവൻ എഴുതുക. ഇത് നമുക്ക് ഓൾറെഡി എന്താണ് എക്സാം ഫസ്റ്റ് സെം പോർഷൻ നമുക്ക് എക്സാം കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം അല്ലെ, ഇതിനിടെ ഒരു ദിവസം നമ്മളത് പറഞ്ഞിരുന്നു അല്ലേ? അന്ന് ക്ലാസ്സിൽ ഉണ്ടായവർക്ക് അറിയാം. നമ്മള് മിസ് ഒരു ദിവസം വന്നപ്പോ എന്താണ് ബീക്സ് ഓഫ് ബേർഡ്സ് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും നമുക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് മാത്രം പോവാം. ശ്രദ്ധിക്കുക. ലിസൺ. ഇവിടെ തൊട്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഓരോന്നും ഇനി നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് മുഴുവൻ പഠിച്ചിട്ട് ഓരോ പോർഷനും നന്നായി പഠിച്ചാൽ മാത്രമേ മുൻപോട്ട് പോവുള്ളൂ. ഞാനിങ്ങനെ എന്താണ് ഈ ലിസൺ. Beaks of birds. Second sum ആണ് beaks of birds. Page number 216. First one. I have a long and chisel-shaped beak to drill into the wood to find insects. എന്താണ്? I have a long and chisel-shaped beak to drill into the wood to find insects. എനിക്ക് ഇൻസെക്റ്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ? എനിക്ക് മരങ്ങളിൽ എന്തുണ്ടാക്കി? മരങ്ങളിൽ ഡ്രില്ല് ചെയ്തിട്ടല്ലേ? മരങ്ങളിൽ തുളയുണ്ടാക്കി അതിന്റെ അകത്തുള്ള ഇൻസെക്റ്റുകളെ കണ്ടുപിടിച്ച് ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് എന്തുണ്ട്? ഐ ഹാവ് എ ലോങ്, എനിക്കൊരു നീളമുള്ള. ചീസർ ഷേപ്ഡ് അല്ലെ? എന്താണ് ചീസർ ഷേപ്ഡ്? വളരെ ഷാർപ്പ് ആയിട്ടുള്ള നമ്മുടെ ടൂൾസ് ഉണ്ടല്ലോ. എന്താണ്? നമ്മുടെ ഉളി ഉണ്ടല്ലോ, ഉളി. അതായത് നമ്മുടെ ഒരു ടൂളാണ് അല്ലെ? ഉളി പോലെ നീളമുള്ള ഒരു എന്തുണ്ട് എന്നാണ് പറയുന്നത്? ബീക്ക് അല്ലെ? ബീക്ക് എന്ന് വെച്ചാൽ എന്താണ്? കൊക്ക് അല്ലെ? I have a long and chisel-shaped beak to drill into the wood to find insects. ഇൻസെക്റ്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എന്താണ് ജൂലിയറ്റ് ഇതിന്റെ? ഏത് ബേർഡാണ്? woodpecker. യാ, woodpecker. അപ്പൊ woodpeckerലേക്ക് മാച്ച് ചെയ്യാം. എന്താണ്? woodpecker ആണ് മരത്തിൽ എപ്പോഴും കൊത്തിയിട്ട് തുളയുണ്ടാക്കുക അല്ലെ? എന്താണ് woodpecker? മരം കൊത്തി അല്ലേ? നമ്മുടെ മരം കൊത്തിയാണ് woodpecker. അപ്പൊ woodpecker ആണ് എപ്പോഴും എന്ത് ചെയ്യുക? വുഡിലൊക്കെ ഇങ്ങനെ
ഡ്രിൽ ചെയ്ത് അതെന്തിനാണ് ഡ്രിൽ ചെയ്യുന്നത്? അതിന്റെ അകത്ത് എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? മരത്തിന്റെ ഉള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഈ വുഡ് പെക്കർ മരത്തിൽ എപ്പോഴും എന്ത് ചെയ്യുന്നത്? കൊത്തിയിട്ട് ഡ്രിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന് എന്തുണ്ട്? ഐ ഹാവ് എ ലോങ് ആൻഡ് chisel shaped beak. എനിക്കൊരു നീളമുള്ള ഉളിയുടെ ഷേപ്പുള്ള ഒരു എന്തുണ്ട്? കൊക്കുണ്ട്. എന്താണ് റിലു? അഞ്ചാമത്തത് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് വൺ അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ? വുഡ് പെക്കർ ആണ്. ദാറ്റ്സ് I have a long and chisel shaped beak to drill into the wood to find insects. മരത്തിന്റെ അകത്തുള്ള ഇൻസെക്റ്റുകളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു നീളമുള്ള ഉളിയുടെ ആകൃതിയുള്ള എന്തുണ്ട് എന്നാണ് പറയുന്നത്? ബീക്ക്. ബീക്ക് എന്ന് വെച്ചാൽ കൊക്ക്. Then second one, I have a short, thick and cone-shaped beak to crack open nuts and seeds. എന്താണ്? I have a short, thick and cone-shaped beak to crack open nuts and seeds. എന്താണ് അലൻ? സ്പാരോ. സ്പാരോ. യെസ്, കുരുവിയാണ് അല്ലെ? സ്പാരോ. എന്താണ് പറയുന്നത്? I have a short, എനിക്കൊരു ചെറിയ and cone-shaped beak. കോൺ ഷേപ്പ് എന്താണ്? അതായത് ധാന്യങ്ങളുടെ ഒക്കെ ആകൃതിയുള്ള കോൺ ആണ്. CORN അല്ല, CONE, കോൺ. നമ്മുടെ എന്താണ്? പോപ്കോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ധാന്യമാണ് അല്ലേ? അപ്പൊ എന്താണ്? ധാന്യങ്ങളുടെ ആകൃതിയുള്ള അല്ലെ ഒരു എന്തുണ്ട് എന്നാണ് പറയുന്നത്? കൊക്കുണ്ട്. ടു ക്രാക്ക് ഓപ്പൺ നട്ട്സ് ആൻഡ് സീഡ്സ് അല്ലെ? വിത്തുകളും ഇതുമൊക്കെ തകർക്കാൻ വേണ്ടി, പൊട്ടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയ കോൺ ഷേപ്പുള്ള എന്തുണ്ട്? കൊക്കുണ്ട് എന്നാണ് പറയുന്നത്. സ്പാരോ ആണ് അല്ലെ? പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. Then third one, I have a spear-shaped beak to catch fish. ആരാണ് ഫിഷിനെ എപ്പോഴും ക്യാച്ച് ചെയ്യുന്നത്? ആരാണ്? ജുവൽ ആൻഡ് ജോമൽ. ഏതാണ് തേർഡ് വൺ അറിയാമോ? കിങ്ഫിഷർ. Kingfisher. Yeah, that is kingfisher. I have a spear-shaped beak to catch fish. എന്താണ് സ്പിയർ ഷേപ്പ്? ഒരു കുന്തത്തിന്റെ ആകൃതിയുള്ള അല്ലെ? നേരെ നോക്കിയാൽ കാണാം നല്ല ഷാർപ്പായിട്ടുള്ള എന്താണ്? ഒരു കുന്തം അല്ലെ? സ്പിയർ എന്താണ്? കുന്തത്തിന്റെ സ്പിയർ ഷേപ്ഡ് എന്താണ്? കുന്തത്തിന്റെ പോലെയുള്ള ആകൃതിയുള്ള. കിങ്ഫിഷർ ആണ് അല്ലേ അതിന്റെ ആൻസർ? കിങ്ഫിഷർ. അപ്പൊ നല്ല നീളമുള്ള കൊക്കാണ് അല്ലേ? അതിന് നല്ല നീളമുള്ള സ്പിയർ ഷേപ്ഡ് ആയിട്ടുള്ള കൊക്കാണ് അതിനുള്ളത്. Then I have a sharp and curved. ഇതൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ? വരച്ച് മാച്ച് ചെയ്യണേ. Then I have a sharp and curved beak to tear or shred flesh. എന്താണ്? I have a sharp. എന്താണ് അതിന്റെ ആൻസർ? അറിയാമോ ഷഹ്മ? എന്താണ് അതിന്റെ ആൻസർ അറിയാമോ? അൺമ്യൂട്ട് ചെയ്യൂ. ഷഹ്മ ബി, അൺമ്യൂട്ട് ചെയ്യൂ. Okay, which bird is that? ഏത് bird ആണത്? I have a sharp and curved beak to tear or shed flesh. എന്താണ് അതിന്റെ ആൻസർ? അറിയാമോ ഏത് bird ആണെന്ന്? അറിയാമോ ഷഹ്മ? No. Here, listen. I have a sharp and curved beak to tear or shed flesh. എന്താണ്? എനിക്കൊരു ഷാർപ്പ് ആയിട്ടുള്ള അല്ലെ? നല്ല ഷാർപ്പ് ആയിട്ടുള്ള നല്ല മൂർച്ചയുള്ള then curved ബീക്ക് അല്ലെ? നല്ല ഷാർപ്പ് ആയിട്ടുള്ള വളഞ്ഞിട്ടുള്ള ഒരു കൊക്കുണ്ട്. എന്തിനാണ്? ടിയർ ഓർ ഷെഡ് ഫ്ലഷ് അല്ലെ? നമ്മുടെ ഫ്ലഷ് അല്ലെ? മാംസങ്ങളൊക്കെ കീറി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തുണ്ട് എന്നാണ് പറയുന്നത്? നല്ല ഷാർപ്പ് ആയിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള ഒരു ബീക്ക് ഉണ്ട്. ആരാണ് പറയുന്നത് അത്? ബെനീറ്റ. ആരുടെ ബീക്കാണ് അത് ബെനീറ്റ?
ഹവാക്ക്. ഓക്കെ, ഹോക്ക്. എന്താണ് ഹോക്ക്? പരുന്താണ് അല്ലേ? പരുന്തിന്റെ ബീക്കാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതെന്താണ് ഹോക്കിലേക്ക് എന്ത് ചെയ്യാ? മാച്ച് ചെയ്യാം. Then I have a straw shaped beak to suck nectar from flowers. എന്താണ്? I have a straw shaped beak to suck nectar from flowers. Okay, Jevin, എന്താണ്? Okay, that is humming bird അല്ലേ? Humming birdനാണ് അങ്ങനത്തെ ബീക്ക് ഉള്ളത്. എങ്ങനെയുള്ളതാണ്? I have a straw shaped. What is straw shape? Straw shape എന്താണ്? വൈക്കോലിന്റെ ഒക്കെ ആകൃതിയുള്ള അല്ലേ? എവിടെയാണ് ഹമ്മിങ് ബേർഡ്? വൈക്കോലിനെ പോലെയുള്ള ആകൃതിയുള്ള ബീക്ക് ഉണ്ട്, കൊക്കുണ്ട്. എന്തിന്? For what? To suck nectar from flowers. എവിടുന്നാണ്? ഫ്ലവേഴ്സിൽ നിന്ന് അല്ലെ? പൂക്കളിൽ നിന്ന് അതിന്റെ നെക്ടർ. എന്താണ് നെക്ടർ എന്ന് വെച്ചാല്? അതിന്റെ അമൃത് അല്ലേ? അതിന്റെ തേൻ. കുറച്ചുകൂടെ സ്യൂട്ടായിട്ട് എന്ത് പറയും നമുക്ക്? പൂക്കളിൽ നിന്ന് അതിന്റെ അമൃത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട് എനിക്ക്? നല്ല നീളമുള്ള സ്ട്രോ ഷേപ്പ് ആയിട്ടുള്ള അല്ലെ? വൈക്കോലിന്റെ പോലെ ആകൃതിയുള്ള എന്തുണ്ട്? ബീക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹമ്മിങ് ബേർഡ്. സിദ്ധാന്ത് ചെയ്യുന്നുണ്ടോ? സിദ്ധാന്ത് മാച്ച് ചെയ്തോ? Okay, then sixth one, last one. I have a broad, flat and spoon-shaped beak to catch insects and worms in water. ഏതാണ്? Okay, സിദ്ധാന്ത് ഏതാണത്? Duck. Okay, ലാസ്റ്റ് എന്താണ്? ഡക്ക് ആണ് ഉള്ളത്. അപ്പൊ എന്താണ്? I have a broad അല്ലേ? എനിക്ക് നല്ല വിശാലമായിട്ടുള്ള പരന്ന സ്പൂണിന്റെ ഷേപ്പുള്ള എന്തുണ്ട്? ബീക്ക് ഉണ്ട്. എന്തിന്? To catch insects and worms in water. വെള്ളത്തിലുള്ള പ്രാണികളെയും പുഴുക്കളെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് എന്നാണ് പറയുന്നത്? എനിക്കൊരു വലിയ വിശാലമായിട്ടുള്ള പരന്നിട്ടുള്ള ഒരു ബീക്ക് ഉണ്ട്. എന്താണ് മോളെ ജൂലിയറ്റ്? നമ്മളെ ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള പഠിച്ചിട്ടുണ്ട് സയൻസില്. അതെ അല്ലേ? ബേർഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഡക്ക് ആണ് അതിന്റെ ആൻസർ. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എഡ്വിൻ ചെയ്തോ? എഡ്വിൻ? യെസ്. ഓക്കെ, നന്നായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം? ബീക്സ് ഓഫ് ബേർഡ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഓരോ ബേർഡ്സിന്റെയും പേര് എവിടെ എഴുതുക? സ്പാരോ എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ ഈ പാരഗ്രാഫ് അങ്ങോട്ട് മാറ്റി എഴുതുക. എന്താണ്? സ്പാരോ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ഹാവ് എ ലോങ് എന്ന് എഴുതാം. ആദ്യം എന്ത് ചെയ്യാം? സ്പാരോ എന്ന ഹെഡിങ് കൊടുത്ത ശേഷം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ആ സെന്റൻസിനെ മാറ്റി എഴുതാം. വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സ്പാരോ എന്ന ഹെഡിങ് കൊടുത്ത ശേഷം സ്പാരോ ഹാവ് എ ലോങ് ആൻഡ് ചീസർ ഷേപ്ഡ് ബീക്ക് ടു ഡ്രിൽ ഇൻടു ദ വുഡ് ടു ഫൈൻഡ് ഇൻസെക്ട്. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ എഴുതാം. ഐ ഹാവ് എ അല്ലെ? സ്പാരോ എന്ന ഹെഡിങ് എഴുതിയിട്ട് എനിക്കൊരു എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെ എഴുതാം? സ്പാരോ ഹാവ് എ എന്ന് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതണം. സ്പാരോ, ഹമ്മിങ് ബേർഡ്, വുഡ് പെക്കർ, ഡക്ക്, കിങ്ഫിഷർ എന്ന് എഴുതിയിട്ട് ഓരോ ബേർഡ്സിന്റെയും അല്ലെ ഓർഡർ, എന്ത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓരോ ബേർഡ്സിന്റെയും പേരും എഴുതുക. അതിന്റെ എന്ത് എഴുതുക? ബീക്കിന്റെ സ്പെഷ്യാലിറ്റിയും കൂടെ എഴുതുക. എഴുതിയാൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കാൻ വേണം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചോദിക്കും. എന്താണ് ഓരോ ബേർഡ്സിന്റെയും ബീക്കിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് അത് പഠിച്ചിട്ട് വരണം. ഓക്കെ, നമ്മുടെ ടൈം ഇപ്പൊ കഴിയാൻ പോവാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നന്നായിട്ട് എന്ത് ചെയ്യണം? നോക്കണം. നോട്ട്ബുക്കിലേക്ക് എന്തായാലും എഴുതണം.